ഹായ് സ്നേഹങ്ങളെ, ഞാൻ മാനിയ റഹീം. നമ്മുടെ കല്ലിയൊല്ലി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മാർക്കോ പോളോ ഹോം സ്റ്റേയുടെ അയൽക്കാരനും എൻ്റെ പ്രിയ സുഹൃത്തുമായ പ്രവീണും ഞാനും തൊർപ്പള്ളിയിൽ നിന്ന് ബന്ദിപ്പൂർ റോഡിലൂടെ പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ തേടി ഒരു യാത്ര പോവുകയാണ്. കാനനഭ്രാന്തന്മാരായ ഞങ്ങളെപ്പോലെ പ്രകൃതിയെ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഒരു 13 മിനിറ്റ് നേരത്തേക്ക് ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ നിങ്ങൾക്കും കൂട്ടുചേരാം. ഞാൻ തൊർപ്പള്ളിയിലെ എൻ്റെ മാർക്കോ പോളോ ഹോം സ്റ്റേയിലായിരിക്കുമ്പോൾ ഈ മുതുമലക്കാടും ഇവിടുത്തെ ജീവികളെയും കാണാൻ നിത്യവും 2 നേരമെങ്കിലും ഈ റോഡിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് എൻ്റെ ദിനചര്യയുടെ ഭാഗമാണ്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. തൊർപ്പള്ളി ചെക്ക് പോസ്റ്റിൻ്റെ പരിസര ഭാഗങ്ങളിലാണ് ഇദ്ദേഹത്തിൻ്റെ താവളം. ഇദ്ദേഹത്തിൻ്റെ വാല് മുറിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാറുണ്ട്. ആരെയും ഇതുവരെ ഉപദ്രവിച്ചതായി കേട്ടിട്ടൊന്നുമില്ല. എന്നാലും ആനയാണ്. ആനയുടെ ഒരു അടിസ്ഥാന സ്വഭാവം അതിനുണ്ടാവും. അത് ഏത് സമയത്ത് പുറത്തു വരുമെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ആന, കാട്ടുപോത്ത്, മറ്റുള്ള ഇതുപോലുള്ള വന്യജീവികളുടെ അടുത്ത് കഴിയുന്നതും നമ്മൾ വല്ലാതെ റിസ്ക് എടുത്ത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ തൊർപ്പള്ളി ചെക്ക് പോസ്റ്റിനടുത്തുള്ള ആ തേക്കൻ കാടിനടുത്ത് ഇദ്ദേഹത്തെ അധിക ദിവസവും കാണാറുണ്ട്. ആനയെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. തൊട്ടു മുന്നിൽ വാഹനങ്ങൾ നിർത്തിയിട്ടത് കണ്ട് ഞങ്ങൾ വീണ്ടും സന്തോഷിച്ചു. അവിടെ കരടി ഉണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾക്കത് മിസ്സായി. കരടി മിസ്സായടാ. കരടി മിസ്സായി. കരടിയെ കാണാനായില്ലെങ്കിലും പ്രകൃതിയുടെ ഒരു മനോഹര കാഴ്ച ഞങ്ങൾക്കിവിടെ കാണാനായി. കാടിനുള്ളിൽ ഒറ്റയ്ക്ക് ഒരു പുള്ളിമാൻ അമ്മയും കുഞ്ഞും. മുമ്പൊന്നും ഞാൻ മറ്റെവിടെയും ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടേയില്ല. വളരെ ദൂരെയായിരുന്ന ഇവരെ സൂം ചെയ്താണ് ഞാൻ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഇളക്കങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായതുകൊണ്ട് ഇത് ഒരുപാടൊന്നും എഡിറ്റ് ചെയ്ത് കളയാൻ എനിക്ക് കഴിയുന്നില്ല. ഈ അമ്മയുടെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കിയുള്ള ആ ഒരു കരുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു പോകും. ഈ ഭൂമിയിലെ എല്ലാ അമ്മമാരും, ഒരുപക്ഷെ മനുഷ്യരിൽ മാത്രം ചെറിയൊരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാ അമ്മമാരും അല്ലേ ഇങ്ങനെ ആയിരിക്കും. ആ അമ്മയും കുഞ്ഞും കാട്ടിലേക്ക് മറിഞ്ഞതോടുകൂടി ഞാനും പ്രവീണും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങളിപ്പോൾ കർണാടകയുടെ ബോർഡറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും ഹെൽമെറ്റ് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ തിരിച്ചറിയാൻ താൽക്കാലികമായി ഞങ്ങൾ ഹെൽമെറ്റ് എടുത്തു മാറ്റിയതാണ്. ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ ആരും യാത്ര ചെയ്യരുത്. അത് വളരെ അപകടകരമാണ്, വളരെ വലിയ അപകടകരമാണ്.
ഞങ്ങൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനടുത്തെത്തിയതോടെ ഞങ്ങളുടെ ബൈക്കിന് മുന്നിലൂടെ ഒരുപാട് മാനുകൾ ഓടിമറഞ്ഞു. ഇതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സഫാരിയൊക്കെ പോകുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ ഞാൻ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. മൈസൂരിലേക്ക് പോകുമ്പോൾ ബന്ദിപ്പൂരിൽ ഇടതുഭാഗത്ത് ഒരു ചെറിയ കേരള ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. പ്രതാപ് എന്ന ആളുടേതാണ് ഈ ഹോട്ടൽ. പേരെന്താ? പ്രതാപ്. ഇവിടെ തന്നെ വീട്? ഇവിടെ. ഇവരെ കാണുമ്പോൾ സിനിമയിലെ വില്ലന്മാരെ പോലെ തോന്നുന്നുവെങ്കിലും ഇവരൊക്കെ വളരെ നല്ലവരാണ്. മാത്രമല്ല നല്ല പെരുമാറ്റമാണ്. അതിനപ്പുറം ഇവിടുത്തെ ഭക്ഷണം നല്ല രുചിയുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടമാവും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഹോട്ടലിനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ചൂടുള്ള ലൈവ് പൊറോട്ടയും ചിക്കൻ മസാലയും സൂപ്പറായിരുന്നു. ഇനി ഇതുവഴി പോകുമ്പോൾ ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കും. ഇദ്ദേഹമാണ് ഇവിടുത്തെ കുക്ക്. ഹോട്ടലിൻ്റെ മുൻഭാഗത്ത് ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പുറകുഭാഗത്ത് ഒരു ജണ്ടുമല്ലി തോട്ടമുണ്ട്. സീസൺ സമയത്തിനനുസരിച്ച് അവിടെ സൂര്യകാന്തിയും ജണ്ടുമല്ലിയും ഒക്കെ കൃഷി ചെയ്യാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇന്നത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ മാറ്റിവെച്ചാണ് പ്രവീൺ എൻ്റെ കൂടെ വന്നത്. സൂര്യകാന്തി പാടങ്ങൾ തേടിയുള്ള ഒരു യാത്രയായിരുന്നു ഇത്. പക്ഷേ അതിൻ്റെ സീസൺ ഒരു 15 ദിവസം മുമ്പ് കഴിഞ്ഞു എന്നാണ് അവർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഗൂഡല്ലൂരിൽ നിന്നും മൈസൂരിലേക്ക് പോകുമ്പോൾ ബന്ദിപ്പൂർ കഴിഞ്ഞ് വലത് സൈഡിൽ കാണുന്ന ഖാൻസ് ഗുഫ റെസ്റ്റോറൻറ്റ് എന്ന ഹോട്ടലിൻ്റെ മുന്നിൽ ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടെ ഉണ്ണി ഒരു പക്ഷിക്കൂട് കാണിച്ചു തന്നു. വലിയൊരു പക്ഷിക്കൂടാണ്. പക്ഷെ അത് ഏത് പക്ഷിയുടെ കൂടാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ തിരിച്ചു പോന്നു. വീണ്ടും ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിലെത്തി. എവിടേക്കാണെന്ന് അറിയില്ല. ഒരു കൂട്ടം ടൂറിസ്റ്റ് ടാക്സി ഇന്നോവകൾ ഒരുമിച്ച് പോകുന്നു. ടൈഗർ റിസർവ് റോഡിൽ ഈ ബോർഡ് നമ്മൾ ഇടയ്ക്കിടെ കാണാറുണ്ട്. കാട്ടിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശിക്ഷാർഹമാണ്. ഉദ്യോഗസ്ഥർ കണ്ടു കഴിഞ്ഞാൽ നല്ല സംഖ്യ ഫൈൻ അടക്കേണ്ടി വരും. അതിനുള്ള പ്രധാന കാരണം നമ്മളെല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാൻ അവിടെ പോവില്ല. എന്നാൽ നമ്മളെന്നും ഭക്ഷണം കൊടുക്കുമെന്ന് കരുതി സ്വയം ഭക്ഷണം തേടി പോവാതെ ഈ ജീവികൾ പട്ടിണിയാവും. മറ്റൊരു കാരണം, നമ്മൾ വാഹനങ്ങൾ നിർത്തുന്നത് കണ്ട് ഭക്ഷണത്തിന് വേണ്ടി കൂട്ടത്തോട് ഓടി വരുമ്പോൾ എതിർഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അടിയിൽപ്പെട്ട് ഇവർക്ക് അപകടം പറ്റാൻ സാധ്യത കൂടുതലാണ്. ടൈഗർ റിസർവ് റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു ബോർഡാണിത്. വാഹനങ്ങൾ നിർത്തുകയോ ഇറങ്ങുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്.
വാഹനങ്ങൾ നിർത്തുന്നത് അത്ര വലിയ പ്രശ്നമൊന്നും അല്ലെങ്കിലും വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നല്ലൊരു സംഖ്യ അവർ ഫൈൻ ഈടാക്കും. അതിന് പ്രധാന കാരണമായി ഞാൻ കാണുന്നത് കടുവ, പുലി, കരടി, ആന ഇതുപോലുള്ള വന്യജീവികളുള്ള സ്ഥലമാണ്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ അവർ നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യത അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ആനയെ കണ്ട് ഫോട്ടോ എടുക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരാനയെ കണ്ട് അതിന് മാത്രമായിരിക്കും അവർ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ വേറെ മറ്റൊരുപാട് ആനകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ആ ആനയുടെ കൂടെ വേറെ ആനകൾ ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കാറും അറിയാറുമില്ല. നമ്മൾ കാട്ടുപോത്തുകളെയും കണ്ടു. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കല്ലിയൊല്ലി ചാനലിലെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റുകൾ എഴുതിയും ഈ ചാനലിനെ വളരാൻ നിങ്ങൾ സഹായിക്കണം. പ്രകൃതിയെ സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ബന്ദിപ്പൂര് മസനഗുഡി റോഡിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇതുപോലുള്ള കാഴ്ചകൾ കാണാനെത്തുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഗൂഡല്ലൂർ തൊറപ്പള്ളിയിൽ മാർക്കോ പോളോ എന്നൊരു ഹോം സ്റ്റേ ഉണ്ട്. ഗൂഡല്ലൂരിൽ കുടുംബവും കുട്ടികളുമായി എത്തുന്നവർക്കും അലമ്പില്ലാത്ത ബാച്ചിലേഴ്സിനും വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്. ഗ്യാസും ചട്ടിയും പാത്രങ്ങളും ഒക്കെയുള്ള കിച്ചൺ സൗകര്യവുമുണ്ട്. ഇതാണ് നമ്മുടെ മാർക്കോ പോളോ ഹോം സ്റ്റേ. നാല് ഭാഗവും ഹരിതഭംഗി നിറഞ്ഞതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഹോം സ്റ്റേയുടെ 3 ഭാഗങ്ങളും കാപ്പിത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും ഒക്കെയാണ്. നേരെ മുൻഭാഗം നടുവട്ടം സൈഡ് വരുന്ന ഊട്ടി മലയാണ്. ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത നല്ല ഓക്സിജനാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. 2 ബെഡ്റൂമും ഹാളും ഉള്ള ഒരു ഭാഗമാണ് ഇത്. ഇതിനകത്ത് ചുടുവെള്ളമുള്ള 2 വാഷ്റൂമും ഉണ്ട്. ഇതിനകത്ത് ഹാളിലും ബെഡുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കുട്ടികളെയോ അതല്ലെങ്കിൽ ഡ്രൈവറെയൊക്കെ ഈ ഹാളിലെ ബെഡിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് ബാക്കിൽ 2 റൂമുകൾ കൂടിയുണ്ട്. അതിലും ചുടുവെള്ളവും 6-6.25 ഫീറ്റിൻ്റെ ബെഡും ഒക്കെ ഉള്ളതാണ്. ഇത് മാർക്കോ പോളോയുടെ ടെറസിന് മുകളിൽ കയറി നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ഊട്ടി മലയുടെ വ്യൂ ആണ്. റൂം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കണം. അപ്പോൾ വീണ്ടും കാണാം. സ്നേഹത്തോടെ മാനിയർ റഹീം.